വളരെ സന്തോഷമുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന വലിയൊരു ആത്മീയ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നതിൽ. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ 4 ലക്ഷത്തിലധികം ആളുകളാണുള്ളത്. 5 ജില്ലകളായി വ്യാപിച്ചു കിടക്കുന്നു. ഏതാണ്ട് 245ഓളം ഇടവകകൾ, 517 വൈദികർ, 2000-ലധികം സന്യസ്തർ. അങ്ങനെ എന്തുകൊണ്ടും കേരളത്തിൽ അറിയപ്പെടുന്ന പ്രബലമായ ഒരു വിശ്വാസ സമൂഹമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ളത്. 27 വർഷമായി ഈ കൺവെൻഷൻ ചങ്ങനാശ്ശേരിയിൽ നടക്കുന്നു. ഇതൊരു ആത്മീയ ഉത്സവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഇത് ചങ്ങനാശ്ശേരി നഗരത്തിനും ഈ നാടിന് മുഴുവൻ ആത്മീയ പ്രചോദനം നൽകുന്ന ഒരു ദൈവിക ശുശ്രൂഷയാണ്. നമ്മുടെ ജീവിതം ശരീരം മാത്രമല്ല, ആത്മാവുമുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം, ആത്മാവിൻ്റെ ആരോഗ്യമൊക്കെ സമൂഹത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന കാര്യമാണ്. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മനുഷ്യൻ അധ്വാനിച്ചാൽ പോരാ, അവൻ്റെ ആത്മാവിൻ്റെ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ കുറച്ച് ശാന്തമായി ഇരുന്ന് ഒരു ദിവസം ഒരു 5 മണിക്കൂർ ഒരുമിച്ചിരുന്ന് 10,000-20,000 ആളുകളുടെ കൂടെ ഇരുന്ന് ഈ ആത്മീയ പരിപോഷണത്തിന് വേണ്ടി യത്നിക്കുമ്പോൾ അതിൻ്റെ നന്മ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നഗരത്തിലും നമ്മുടെ പ്രദേശങ്ങളിലും നമ്മളായിരിക്കുന്നിടത്തെല്ലാം ഉണ്ടാകും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം. അതിനുവേണ്ടി എല്ലാ വർഷവും ചങ്ങനാശ്ശേരിയിൽ ഇതുപോലെയുള്ള കൺവെൻഷൻ ക്രമീകരിക്കുന്നുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ. ഈ വർഷത്തെ കൺവെൻഷൻ കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് ചങ്ങനാശ്ശേരി SP കോളേജ് ഗ്രൗണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നത്. 25,000 പേർക്ക് ഒരുമിച്ചിരുന്ന് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ആത്മീയ കൂട്ടായ്മയിലേക്ക് വളരുവാനും ഈ സ്ഥലം ഏറെയധികം ഉപകരിക്കും. ഈ കൺവെൻഷൻ നഗറിന് മാർ ജോസഫ് പൗവത്തിൽ നഗർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. സഭയ്ക്ക് വേണ്ടിയും പൊതുസമൂഹത്തിന് വേണ്ടിയും നിലപാടുകൾ എടുക്കുകയും സമർപ്പിക്കുകയും ചെയ്ത ഒരു വലിയ ആചാര്യനാണ് അഭിവന്യ ജോസഫ് പൗവത്തിൽ പിതാവിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് ഈ കൺവെൻഷനിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്നത്. കൺവെൻഷൻ ദിവസങ്ങൾ വൈകുന്നേരം ബുധനാഴ്ച 18-ാം തീയതി ആരംഭിക്കും. വൈകുന്നേരം 3:30 മുതൽ ശുശ്രൂഷകളാണ്. 3:30 മുതൽ പ്രാർത്ഥന, അതിനുശേഷം വിശുദ്ധ കുർബാന. ഓരോ ദിവസവും ഓരോ മേലധ്യക്ഷന്മാരാണ് മുഖ്യ കാർമ്മികരായിട്ട് വരുന്നത്. സഹകാർമ്മികർ, വൈദികർ എല്ലാവരും കൂടി ചേർന്നാണ് സമൂഹ ബലിയായി കുർബാന അർപ്പിക്കുന്നത്. അതിനുശേഷം അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിൽ നയിക്കുന്ന കൺവെൻഷനാണ്. വചന സന്ദേശമാണ് പിന്നീടുള്ളത്. 50-ലധികം വരുന്ന ഒരു വലിയ സംഘമാണ് പ്രേക്ഷിത വേലയ്ക്കായിട്ട് അട്ടപ്പാടിയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ വരുന്നത്. അവരിവിടെ താമസിച്ചുകൊണ്ടാണ് ഈ കൺവെൻഷൻ നേതൃത്വം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. 9 മണിയാകുമ്പോൾ ഓരോ ദിവസവും കൺവെൻഷൻ സമാപിക്കും. അത് കഴിഞ്ഞ് ആളുകൾ ഭവനങ്ങളിലേക്ക് മടങ്ങും. ചങ്ങനാശ്ശേരിയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഫൊറോനകൾ തുരുത്തി, ചങ്ങനാശ്ശേരി, കുറുമ്പനാടും തൃക്കടുത്താനും ഈ പ്രദേശത്ത് തന്നെ ഏതാണ്ട് 45ഓളം ഇടവകകളുണ്ട്. 25,000-ലധികം കുടുംബങ്ങളുണ്ട് ഈ പ്രദേശത്ത് തന്നെ. അതുകൂടാതെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മറ്റ് പടിഞ്ഞാറൻ കിഴക്കൻ മേഖലകളിൽ നിന്നൊക്കെ ഉള്ളവരെല്ലാം ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിപുലമായ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മാതുരുത്തി അച്ഛൻ ഇതിൻ്റെ ഡയറക്ടറായിട്ട് വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഈ കൺവെൻഷൻ നടത്തിയുള്ള വലിയ പരിചയമുള്ള വൈദികനാണ്. അതുപോലെ തന്നെ ആൻ്റണി കാച്ചാങ്കോട്ടച്ഛൻ അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഈ വർഷം പ്രത്യേകമായി ചുമതല ഏറ്റിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചീരമ്പേലി അച്ഛൻ ഈ മൊബിലൈസേഷൻ, ഈ വോളണ്ടിയേഴ്സിൻ്റെ ഒരു വലിയ നിരയെ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 500-ലധികം വരുന്ന വോളണ്ടിയേഴ്സാണ് ഈ കൺവെൻഷന് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. ഏതാണ്ട് 4,000 ആളുകൾക്ക് കൗൺസിലിങ്ങിനുള്ള സൗകര്യം ഈ കൺവെൻഷനിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, കുടുംബത്തിലെ ബന്ധങ്ങളിലുള്ള വിഷയങ്ങൾ, ഇതൊക്കെ തുറന്ന് സംസാരിക്കാനും അതിന് പരിഹാരം കണ്ടെത്തുവാനും ഒക്കെയുള്ള വലിയൊരു അവസരമാണ്. അതുകൊണ്ട് ഇത് ഈ നാട്ടിലുള്ള, നമ്മുടെ ഈ നഗരത്തിലുള്ള ആർക്കും വന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാം. അവരുടെ വിഷയങ്ങൾ അവർക്ക് സംസാരിക്കാം, അവർക്ക് ആശ്വാസം കണ്ടെത്തി കടന്നു പോകാം. അങ്ങനെ 50 പേരുടെ ഒരു ടീം ഓരോ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം
5 മണി വരെയുള്ള സമയം കൗൺസിലിങ്ങിനിരിക്കും. അപ്പോൾ ഓരോ ദിവസവും കൗൺസിലിങ്ങിന് ആവശ്യമുള്ളവർ ബുക്ക് ചെയ്ത് വരുന്നു. അവർ കൗൺസിലിംഗ് നടത്തി കടന്നു പോകുന്ന ഒരു ഈ കൗൺസിലിംഗ് നടക്കുന്നത് ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ പള്ളി അങ്കണത്തിലായിരിക്കും എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകർ സംസാരിക്കുന്നതാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിമന്യ തോമസ് തറയിൽ പിതാവ് വളരെ ഗൗരവമായി ഈ കൺവെൻഷനെ കാണുന്നുണ്ട്. അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പള്ളികളിൽ വായിക്കുവാൻ വേണ്ടി പ്രത്യേകമായ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ആളുകളെല്ലാം ആത്മീയമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി. നോമ്പ് കാലത്തേക്ക് പ്രവേശിക്കുന്ന സമയം കൂടിയാണിത്. അടുത്ത തിങ്കളാഴ്ച മുതൽ വലിയ നോമ്പ് 50 നോമ്പ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കം കൂടിയാണ് ഈ കൺവെൻഷൻ. നോമ്പ് കാലത്ത് നമ്മൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർക്കാനും മനസ്തപിക്കാനും തിരിച്ചു വരാനും ഒക്കെയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ഈ കൺവെൻഷൻ നമ്മുടെ വിശ്വാസികളെ മുഴുവൻ നല്ലൊരു നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ സഹായിക്കും എന്നുള്ളതിനും യാതൊരു സംശയമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. കൺവെൻഷൻ്റെ ഈ ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാൻ പത്രമാധ്യമ രംഗത്തുള്ള നിങ്ങൾ അങ്ങേയറ്റം സഹകരിക്കുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ വന്നതിലും സഹകരിക്കുന്നതിനുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കും. താങ്ക് യു.